നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പനവൂർ വില്ലേജിലാണ്. ഇവിടെയുള്ള ജയകുമാറിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ജയകുമാർ 2 വൃക്കകളും പ്രവർത്തനരഹിതമായ ആളാണ്. മാത്രമല്ല ഇപ്പോഴദ്ദേഹത്തിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. ഇതിനെല്ലാം അപ്പുറം മറ്റൊരു ദുരിതം കൂടി ജയകുമാറിനെയും കുടുംബത്തെയും നേരിടാൻ പോവുകയാണ്. വീടിന് ജപ്തി നോട്ടീസ് വന്നു. ഇനി ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാൾ നല്ലത് ജയകുമാറും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ഒപ്പം നാട്ടുകാരും സംസാരിക്കും. എൻ്റെ പേര് ജയകുമാറാണ്. നേഴ്സുമരം പാർട്ടിലാണ് താമസിക്കുന്നത്. പനവൂർ പഞ്ചായത്തിൽ. ഇപ്പം 2 വർഷമാണ് ഡയാലിസിസ് ചെയ്യണം. ഇപ്പം തീരെ നിവർത്തിയില്ല. അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് 10 ലക്ഷം എടുത്തത് 10 വർഷത്തോളം ഗൾഫിലായിരുന്നു. 10 ലക്ഷം എടുത്തത് ഇപ്പം ഒരു 18 ലക്ഷം വരെ ആയി കിടക്കണം, പലിശ ഉൾപ്പെടെ. സമയത്താണ് 6 സെന്റ് വാങ്ങി വീടൊക്കെ വെച്ചത്. അടയ്ക്കാനായിട്ട് അത് കഴിയില്ല. നമ്മുടെ നാട്ടുകാരുടെ സഹായം കണ്ണ് വയ്യാതായാണ് നാട്ടിലോട്ട് വരുന്ന. കൊറോണ ടൈമായിരുന്നു. ആ ടൈമിലാണ് വരുന്നത്. കണ്ണിൽ ഒരു 3 ലക്ഷം രൂപയോളം ചൈതന്യ ഹോസ്പിറ്റലിലായിരുന്നു. പെട്ടെന്ന് എമർജൻസി സർജറി ഒക്കെ ചെയ്ത് വെയിൻ പൊട്ടുകയാണ് ചെയ്തത്. അപ്പം ചെറുതിലെ ഷുഗറുണ്ട്. അങ്ങനെ വന്നിട്ടാണ് വെയിൻ എല്ലാം ദ്രവിച്ച് തുടങ്ങി. അങ്ങനെ വെയിൻ പൊട്ടി ബ്ലഡ് കണ്ണിൽ പടർന്നാണ് ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നത്. പിന്നെ ഒരു സർജറി 3 ലക്ഷം രൂപയോളം ആയി. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ആദ്യം തൊട്ടുള്ള ശരിക്കും അവിടെ തൊട്ടാണ് നമ്മൾ തകർന്ന് തുടങ്ങിയത്. പിന്നീട് ഉള്ള സമ്പാദ്യം ഈ ഗൾഫിൽ നിന്ന് വന്നതും ഒക്കെ ആ സമ്പാദിച്ചതും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു കടയും തയ്യലും എല്ലാം കൂടെ ആയിട്ട് പോവായിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്നാണ് കിഡ്നി, അതും 2 കിഡ്നിയും പ്രശ്നത്തിലാവുകയും ഇപ്പോൾ ഒരു മാറ്റി വയ്ക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ വെയിനെല്ലാം ഇപ്പോൾ ചുരുങ്ങി തുടങ്ങി. അപ്പോൾ ഡയാലിസിസ് തുടങ്ങിയിട്ട് 2 വർഷമായി. എൻ്റെ പേര് നാരായണൻ എന്നുള്ള ആളാണ്. ഞാൻ അടുത്താണ് താമസിക്കുന്നത്. എനിക്ക് ഇവിടെ കഷ്ടപ്പാടുകളെല്ലാം അറിയാം. അപ്പോൾ വളരെ ദുരിതത്തിലാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. ബാങ്കിലെ കടവും 2 കൊച്ചു പിള്ളേരെ ഇതും നാട്ടുകാർ സന്മനസ്സുള്ളവരുടെ സഹായം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. ഈ വീഡിയോ കാണുന്നവർ അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ 2 കൊച്ചു കുട്ടികളാണുള്ളത്. ഒന്ന് 10ാം ക്ലാസ്സിലും ഒന്ന് 8ാം ക്ലാസ്സിലും പഠിക്കുന്നു. അവർ വളരെ ദുരിതത്തിലാണ്. നാട്ടുകാരും സുമനസ്സുകളുടെയും സഹായം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇവയെ കാണുന്നവരെല്ലാം കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ഉഷ എന്നാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട് അയൽവക്കത്താണ് താമസം. അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരുടെയും എല്ലാ അയൽവാസികളുടെയും സഹായത്തോടു കൂടിയാണ് അവരുടെ നിത്യവൃത്തി തന്നെ കഴിഞ്ഞു പോകുന്നത്. അത്രയ്ക്ക് ദുരിതത്തിലാണ് അവരുടെ ജീവിത സാഹചര്യം. ആയതുകൊണ്ട് അവരെ കഷ്ടപ്പാടുകൾ വളരെ അധികം ദയനീയമാണ്. നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഇങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് ചിന്താഗതികൾ കടന്നുകൂടുന്നത് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മളുടെയൊക്കെ സഹായവും സഹകരണവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും പിടിച്ചു പറ്റി നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് ദൈവത്തെ ഓർത്തും എല്ലാവരുടെയും സന്മനസ് കൊണ്ടും അവരെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരെ സഹായിച്ച് ഈ കിടപ്പാടം നിലനിർത്തി കൊടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. 1 വർഷം ഡയാലിസിസ് ചെയ്തപ്പോഴത്തേക്കും അത് ബ്ലോക്കായി. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അടുത്ത കയ്യിലോട്ട് ചെയ്യാൻ വേണ്ടി ശ്രീചിത്രയിൽ പോയിട്ട് നമ്മൾ അവിടെ നോക്കിയപ്പോഴാണ് അറിയണത് വെയിനെല്ലാം ചുരുങ്ങി തുടങ്ങിയത്. കാരണം ഇപ്പോൾ കിട്ടുന്നില്ല, വെയിൻ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടാണ് ഇപ്പോൾ നെഞ്ചിൽ
പെർമനന്റ് ആയിട്ട് ഒരു വർഷത്തേക്കാണ് ഇപ്പം ഇട്ടേക്കുന്നത്. തൽക്കാലത്തേക്ക് ഇതിലാണ് ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് കൂടി നമുക്ക് അറിയാത്തൊരു സ്റ്റേജാണ്. അടുത്ത മുന്നോട്ട് ഡയാലിസിസ് എങ്ങനെയെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ആ ലോൺ ഇപ്പോൾ മുടങ്ങിയിട്ട് ഒരു 6 ലക്ഷം രൂപയോളം കുടിശ്ശികയായിട്ട് ഞങ്ങൾക്ക് നോട്ടീസ് വന്നു. മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പരാതി കൊടുത്ത് MLA കണ്ടു. അവർ വഴി തന്നെ ഹൈക്കോടതിയിലൊരു വക്കീലിനെ ഏർപ്പെടുത്തി MLA ഫണ്ടിൽ നിന്ന് MLA തന്നെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ പരാതി കൊടുത്തു. പക്ഷേ ഇപ്പോൾ കോടതി വിധി എന്ന് പറഞ്ഞാൽ ഈ 6 ലക്ഷം മുടങ്ങി കിടക്കുന്ന തുക ഞങ്ങൾ 10 അടവായിട്ട് അടയ്ക്കണമെന്നാണ് പറയുന്നത്. അതായത് ഒരു മാസം 50,000 രൂപ. അപ്പോൾ ഇന്ന് 6-ാം തീയതിയാണ് നമ്മളിപ്പോൾ അടയ്ക്കേണ്ടത് ആദ്യത്തെ 50,000 രൂപ. അപ്പോൾ ഈ 6 ലക്ഷം രൂപ 10 മാസം കൊണ്ട് അടയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഒട്ടും പറ്റാത്തതാണ്. നിലവിലിപ്പോൾ എനിക്കൊരു വരുമാനം ഇല്ല, ചേട്ടനും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഡെയിലി ഡയാലിസിന് തന്നെ 1000 രൂപ വെച്ചിട്ടാവും. പിന്നെ വണ്ടിക്കൂലി 10-700 രൂപയാവും. അങ്ങനെ 1700 രൂപ തന്നെ ഒരു ഡയാലിസിന് പോകുന്നുണ്ട്. ആഴ്ചയിൽ 2 ഡയാലിസിസ് വെച്ച് ചെയ്യുന്നുണ്ട്. മക്കളെല്ലാം കുഞ്ഞുങ്ങളാണ്. പിന്നെ ആട്ടുകാൽ സ്കൂളിലാണ് മോള് പഠിക്കുന്നത്. അവളുടെ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ ടീച്ചേഴ്സ് നോക്കുന്നുണ്ട്. മോൻ്റെ കാര്യം മോൻ കല്ലറ സ്കൂളിലാണ്, അവൻ്റെയും കാര്യങ്ങൾ സ്കൂളുകാർ നോക്കുന്നുണ്ട്. എന്നിരുന്നാലും ബാക്കി കാര്യങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരികയും വീട് ജപ്തി ചെയ്യുക എന്നുള്ള നിലയിലെത്തുകയും നിൽക്കുന്നത്. എൻ്റെ പേര് അജിത. ഞാൻ ഈ വാർഡിലെ ആശാ വർക്കറാണ്. അപ്പോൾ ഈ ജയണ്ണൻ്റെ അവസ്ഥകളെല്ലാം അറിയാം. നമ്മളാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വളരെ കഷ്ടത്തിലാണ്. എന്തായാലും അവരെ വീട് ഞങ്ങൾക്ക് നിലനിർത്തി കൊടുക്കണം. അതുകൊണ്ട് അവർ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് ഞങ്ങളുടെയൊക്കെ സഹായത്താലാണ്. അപ്പം ഈ ഒരു കടബാധ്യത അവർക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണ്. അപ്പം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ ഒരു ജപ്തി നടപടി അവർക്ക് താങ്ങാൻ പറ്റാത്തതാണ്. അപ്പം അത് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരെ പരമാവധി സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ചേട്ടൻ ഗൾഫിലായിരുന്ന ടൈമിലാണ് 6 സെൻറ്റ് സ്ഥലം വാങ്ങിയാണ് ഈ വീട് വയ്ക്കുന്നത്. വീട് വയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഹൗസിംഗ് ലോൺ ആയിട്ട് എടുത്തത്. ആ ലോൺ അടച്ച് ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം ബാലൻസ് നിൽക്കവേ ആണ് ഞങ്ങളുടെ ബേക്ക് മഴയത്ത് ഇടിഞ്ഞ് വീണിട്ട് ഫുള്ള് ഇടിഞ്ഞ് വീണ് വീടിൻ്റെ പകുതിയോളം ഇടിഞ്ഞു. അത് വീടൊന്ന് പുതുക്കി പിന്നീട് കെട്ടാണ്ട് നമുക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ചേട്ടൻ ആ ടൈമിൽ ഗൾഫിലായിരുന്നു, ഞാനും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഈ ലോണ് പുതുക്കി 4 ലക്ഷം രൂപ ഉള്ളത് പുതുക്കിയിട്ട് ഞങ്ങൾ 10 ലക്ഷം രൂപയായിട്ട് ലോൺ എടുത്ത് ബാക്ക് കോൺക്രീറ്റ് ചെയ്ത് കയറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇപ്പം ഈ 10 ലക്ഷം രൂപയുടെ ബാധ്യത വന്നത്. ഇതിലൊരു 4 ലക്ഷം രൂപയോളം ഞങ്ങൾ ലോൺ അടച്ചു. പക്ഷെ ഇപ്പോൾ അടച്ചതും കാണാനില്ല. പിന്നെ കുടിശ്ശികയായിട്ട് എല്ലാം കൂടി ഒരു 18 ലക്ഷം രൂപയോളം ഇപ്പം നോട്ടീസ് വന്നിട്ടുണ്ട്. കേരള ഗ്രാമീണ ബാങ്ക് പനവൂരിൽ നിന്നാണ് ഞങ്ങൾ ലോൺ എടുത്തത്. 2 മക്കളാണ് ഞങ്ങൾക്ക്. മോൻ ഇപ്പോൾ +1 കഴിഞ്ഞ് +2ലേക്ക്, മോള് 7ാം ക്ലാസ്സിലാണ്. അവൾ ആട്ടുകാൽ സ്കൂളിലും മോൻ കല്ലറ സ്കൂളിലുമാണ് പഠിക്കുന്നത്. പനവൂരിൽ SN പുരം എന്ന സ്ഥലത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജയൻ, അദ്ദേഹം ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസിന് വിധേയമാകുന്ന വ്യക്തിയാണ്. 2 കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമാണ് ആ വീട്ടിൽ ഉള്ളത്. ഭാര്യ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളിത്തം വഹിച്ച് പണിയെടുത്താണ് ആ കുടുംബം പോറ്റിക്കൊണ്ടുപോകുന്നത്. ഗ്രാമീണ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള 15 ലക്ഷം രൂപയുടെ നടപടികൾ 15 ലക്ഷം രൂപ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് തിരികെ അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് ശ്രീ ജയനുള്ളത്. അത് ജിപ്തി നടപടിയിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ലവരായ ആളുകളുടെ സഹായങ്ങളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും
പ്രിയപ്പെട്ട ശ്രീ ജയന് ഉണ്ടാകണം എന്ന് ഞാൻ വിനീതമായി നിങ്ങൾ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളോടും ഈ ആളിന്റെ ദയനീയ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം എന്നൊരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ലോണ് പോലും അടഞ്ഞു പോകാൻ പാടാണ്. ഡയാലിസും ലോണും എല്ലാം കൂടി മൊത്തം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു, ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ദയവ് ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് ഈ വീട് ഒന്ന് ലോണ് ക്ലോസ് ചെയ്തെടുക്കാനുള്ള എന്തെങ്കിലും ഒരു നിവർത്തി ഉണ്ടാക്കി തരണം. ഇതാണ് ജയകുമാറിൻ്റെയും വീടിൻ്റെയും അവസ്ഥ. പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങൾ, എങ്ങോട്ട് പോകണമെന്നറിയാത്ത ജയകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. തീർച്ചയായിട്ടും ഇവർ സുമനസ്സുകളുടെ സഹായം തേടുന്നുണ്ട്. ജനപ്രതിനിധികൾ കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ചയാണിത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കുടുംബം, ഒപ്പം ബാങ്കിൻ്റെ അന്ത്യശാസനം, ഹൈക്കോടതിയുടെ ഉത്തരവ്, ഇതെല്ലാം വലിയ വാളുപോലെ തലമുകളിൽ തൂങ്ങിക്കിടക്കുന്നു. തീർച്ചയായിട്ടും അവർ അർഹിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും പരിഗണനയും കരുതലും. ഒരുപാട് സുമനസ്സുകളുടെ സഹായം അവർക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ അനീഷ് ഭാസ്കറിനൊപ്പം അനീഷ് തകടിയിൽ, എക്സ്പ്രസ് വാർത്താ ഡെസ്ക്.